ഈ വീഡിയോയ്ക്ക് ശേഷം എന്നെ കാത്തിരിക്കുന്നത് നാടൻ ബോബിന്റെ കമന്റിംഗ് ശേഖരമായിരിക്കും. ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ചെത്തേണ്ട പരിചയമുണ്ട്. Yes, come on guys, let's get into the video. രാജ്യത്തിന് വേണ്ടിട്ട് പോരാടിയ സവർക്കർ, രാജ്യത്തിന് വേണ്ടി പോരാടിയ പോരാളി വി ഡി സവർക്കർ. ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ പോരാളി വി ഡി സവർക്കർ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിവധ ഗൂഢാലോചന കേസിൽ നാഥുറാം വിനായക ഗോഡ്സെയുടെ കൂടെ പേര് ചേർക്കപ്പെട്ട പ്രതിയാണ് കേട്ടോ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ പോരാളി വി ഡി സവർക്കർ. പിന്നീട് 1965 ഗാന്ധി വധക്കേസിന്റെ പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് വീണ്ടും അന്വേഷണം നടത്തുന്നതിനായി ജസ്റ്റിസ് ജിവാൻലാൽ കപൂർ അധ്യക്ഷനായ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. കപൂർ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നീട് 1969 കപൂർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ പ്രധാന ഫൈൻഡിങ്സ് ഇതാണ്: all these facts taken together were destructive of any theory other than the conspiracy to murder by Savarkar and his group. കുട്ടികൾക്ക് നമ്മളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട്, നമ്മൾ പഠിപ്പിക്കണം. കുട്ടികളെ ഹിസ്റ്ററി പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഗാന്ധിയെ കൊന്നതും നിങ്ങളാണ് എന്ന ഹിസ്റ്ററി കൂടെ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ലീഡർ ആയിട്ടുള്ള AKG ആണ് ഇദ്ദേഹത്തിന് വീർ സവർക്കർ എന്ന് പേര് കൊടുത്തത്. ഫെന്റാസ്റ്റിക് ആയിട്ടുണ്ട് കേട്ടോ, ഫെന്റാസ്റ്റിക് ആയിട്ടുണ്ട്, മാർവലസ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്? എനിക്കറിയാത്തത് ഇതെങ്ങനെയാടാ ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് ഒരേ പാർട്ടിയിൽ വരുന്നത്? ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് സെലക്ഷൻ പ്രോസസ്സ് എന്തെങ്കിലും ഉണ്ടോ? ചേച്ചിക്ക് പിണക്കം തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സവർക്കറെ സവർക്കർ തന്നെ സ്വന്തമായി വിളിച്ച പേരാണ് വീർ സവർക്കർ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ജയിൽവാസം അനുഭവിച്ച് ജയിലിൽ കിടന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് മാപ്പാപേക്ഷ എഴുതി കൊടുത്തയാൾ എങ്ങനെയാണ് രാജ്യത്തിന്റെ പോരാളിയാവുന്നത്? 1911, 13, 14, 15, 18 ആൻഡ് 1920 അങ്ങനെ 6 ദയാഹർജികളാണ് സവർക്കറും സവർക്കറുടെ കുടുംബവും അടക്കം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിയിട്ടുള്ളത്. 1913 നവംബർ 14 രണ്ടാമത്തെ ദയാഹർജിയിൽ സവർക്കർ ഇങ്ങനെയാണ് പറയുന്നത്: I am ready to serve the government in any capacity they like. If the government in their manifold beneficence and mercy release me, I for one cannot but be the staunchest advocate of loyalty to the English government. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ കിടന്നതുകൊണ്ട് മാത്രം ഒരാൾ മഹാനാവില്ല. അയാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. ബ്രിട്ടീഷുകാരോട് കരുണ ചോദിച്ചുകൊണ്ടുള്ള എഴുത്തുകളും വിട്ടയച്ചാൽ അവരുടെ ഭരണത്തോട് വിശ്വസ്തനായിരിക്കുമെന്ന വാഗ്ദാനങ്ങളും നൽകിയ ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ മഹത്വവൽക്കരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുകയറി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യേണ്ടി വന്ന ഭഗത് സിംഗ് അടക്കം ഈ രാജ്യത്തിന് വേണ്ടി രക്തം കൊടുത്തവരുടെ പേരുകൾ മറന്നിട്ട് സാമ്രാജ്യത്വത്തിന്റെ വാതിൽ മുട്ടിയവനെ വീർ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയം, ആ വീരത്വം കൂടി കുട്ടികൾ പഠിക്കട്ടെന്നേ. അപ്പോഴല്ലേ ഹിസ്റ്ററി ഈസ് ഓൾവേസ് ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹിസ്റ്ററി ഈസ് ഓൾവേസ് ഹിസ്റ്ററി.